കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീനഗറിലെ വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയുണ്ടായി. ആ. അപ്പൊ അതിലൊരു വിദ്യാർത്ഥി അദ്ദേഹത്തോട് തന്റെ കല്യാണത്തെക്കുറിച്ചുള്ള പ്ലാനിങ് എന്താണ് എന്ന് ചോദിച്ചപ്പം രാഹുൽ ഉം. ഗാന്ധി ഒരു ഉത്തരം കൊടുത്തു. അതെ, ഞാൻ ഉം. വിവാഹിതനാണ്, ഞാൻ ഉം. കോൺഗ്രസ് പാർട്ടിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. ഉം. അല്ല സാർ, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും രാഹുൽ ഗാന്ധി ജനങ്ങളെ ആ, വിഡ്ഢികളാക്കുവല്ലേ ഇതിലൂടെ ചെയ്യുന്നത്? കാരണം ചിലരിൽ നിന്നൊക്കെ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു ഉത്തരം പറയുന്നത്? എന്താണ് അതെ 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 അതിനെ അതെ അത് പറയുന്നത് എന്ന് പറഞ്ഞാൽ പറയിപ്പിക്കുന്ന ഇദ്ദേഹത്തിന് ഇത് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഒരു ഉപദേശക വൃന്ദമുണ്ടല്ലോ, അത് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ പറഞ്ഞു കൊടുക്കുകയാണ്. ഇദ്ദേഹത്തിന് ഉത്തരങ്ങളൊന്നും സ്വന്തമായിട്ട് അങ്ങനെ പറയാനുള്ള ഒരു വൈഭവം ഉള്ളതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതെ, അപ്പോൾ ബ്രൂക്ലിൻ യൂണിവേഴ്സിറ്റി തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദ്യങ്ങൾക്കിടെ ഉത്തരം പറയാനെടുക്കുന്ന വാക്കുകൾ തമ്മിലുള്ള അകലം, അതിന് ക്ഷമ ചോദിക്കുന്നതൊക്കെ നമ്മൾ തത്സമയം കണ്ടതാണല്ലോ. അപ്പോൾ അതെ, പെട്ടെന്ന് ഒരു ഉത്തരങ്ങൾ പറയാനുള്ള കഴിവ്, രാജീവ് ഗാന്ധി വെറും ഇരുന്നിട്ട് പോലും കുറിക്കുകൊള്ളുന്ന ഉത്തരങ്ങൾ പറയാൻ കഴിവുള്ള ആളായിരുന്നു. അങ്ങനെ കൊടുത്തിട്ടുമുണ്ട് അദ്ദേഹം. അതുപോലുള്ള കഴിവുകളൊന്നും തെളിയിച്ചിട്ടുള്ള പ്രോവണായിട്ടില്ല അദ്ദേഹത്തിന് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതാരെങ്കിലും പറയിപ്പിച്ചതാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ എന്താ, ഞാൻ കോൺഗ്രസിനെ വിവാഹം കഴിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വിശ്വസ്തനായിട്ടുള്ള ഒരു ഭർത്താവല്ലെന്നും കൂടി പറയേണ്ടി വരും. അതെ, കോൺഗ്രസിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴെല്ലാം കോൺഗ്രസിനെ നോക്കാൻ, പരിപാലിക്കാൻ, പരിചരിക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണല്ലോ. ഭാര്യമാരെ നമ്മൾ അങ്ങനെയല്ലേ പരിഗണിക്കുക? ആ സമയത്ത് നാട് വിട്ടു പോവുകയും വരുന്നത് വരട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരാളല്ലേ ഇത്. കോൺഗ്രസിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ കുറച്ച് ആക്റ്റീവായിട്ട് വന്നത്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഇവിടെ ഉണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അത് നേരിട്ട പ്രതിസന്ധി സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം എവിടെയായിരുന്നു? അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ സ്ഥാനം എന്താണ്? സോണിയാഗാന്ധിയാണല്ലോ അന്ന് കോൺഗ്രസിനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സോണിയാഗാന്ധിയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എന്താണ്? തൻ്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസിനെ പണ്ട് സ്നേഹിച്ചിരുന്ന ജവഹർലാൽ നെഹ്റു മുതൽ ഉള്ള ആൾക്കാരുടെ സ്ഥാനം എന്താണ്? അവരൊന്നും കോൺഗ്രസുമായിട്ട് വിടലാണ്. അതെങ്ങനെയാണ് സാർ? എന്തു വിചിത്രവും അതുപോലെ തന്നെ മോശവുമായിട്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയത്. കോൺഗ്രസ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? അദ്ദേഹം ഒരു സാഹിബല്ലേ സ്ഥാപിച്ചത്. അതെ, അത് അപ്പോൾ അങ്ങനെ സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ പുത്രിയാണെന്ന് പറയാം. പിന്നെ ഉണ്ടായിരുന്ന കോൺഗ്രസ്, മഹാത്മാഗാന്ധി മുതൽ സുഭാഷ് ചന്ദ്രബോസ് വരെ എത്രയോ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സേവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ശരിയായിട്ടുള്ളൊരു പരാമർശമല്ല. ഇപ്പം നമ്മൾ പറയാറുണ്ട്, ജേർണലിസമാണ് എൻ്റെ വൈഫ്, ഐ ആം വെഡഡ് ടു ജേർണലിസം, അല്ലെങ്കിൽ ഐ ആം വെഡഡ് ടു സിനിമ. അത് കുഴപ്പമില്ല, ഒരു പ്രൊഫഷനെ സംബന്ധിച്ച് പറയുകയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെപ്പോലൊരു പാർട്ടി, ഇന്നലെ വന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം കൊണ്ട് മാത്രം കോൺഗ്രസിൻ്റെ നേതാവായി തീർന്ന, മറ്റ് പലരും ഇതിനേക്കാൾ കൂടുതലായിട്ട് സേവനം ചെയ്തിട്ടും അവർക്ക് അവസരം കിട്ടാതെ പോയ ഒരവസരമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, സുവർണ അവസരം കിട്ടി, അങ്ങനെ കോൺഗ്രസിൻ്റെ തലപ്പത്തെത്താനും പ്രതിപക്ഷ നേതാവാകാനും പ്രധാനമന്ത്രിയായിട്ട് ശ്രമിക്കാനും ഒക്കെ അവസരം കിട്ടി. രാജീവ് ഗാന്ധിയും പ്രധാനമന്ത്രിയായത് ഇങ്ങനെയാണ്, സഞ്ജയ് ഗാന്ധി കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയതും എല്ലാം ഇങ്ങനെ തന്നെയാണ്. എന്നിട്ടിത് വൈഫാണെന്ന് പറഞ്ഞിട്ട് എത്ര ഭർത്താക്കന്മാരാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളതെന്ന് നമ്മൾ ചിന്തിച്ചു പോകില്ലേ? അതെ, അതെ, ഒരുപാട് അത് എന്തൊരു മണ്ടത്തരമാണ് ഈ പറഞ്ഞു. ഇദ്ദേഹത്തിനെ കൊണ്ട് മണ്ടത്തരം പറയിപ്പിച്ച് ഇദ്ദേഹത്തിന്റെ ആ നോർമൽ കോമൺ സെൻസ് കൂടി ഇല്ലാതാക്കി ഒരു മഹാമണ്ടനാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത്. ഇത് അർച്ചന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരിയായിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് തമാശ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. അതിന് ശരിയായിട്ടൊരു ഉത്തരം കൊടുക്കാൻ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് സത്യം. അതൊരു വാസ്തവമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. അങ്ങനെ ഇല്ല എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല? ബ്ലിറ്റ്സ് പോലെ അന്താരാഷ്ട്ര മാനങ്ങളെന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളും കൂടി, ഇന്ത്യയിൽ അങ്ങനെയാണല്ലോ ഡാക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ വാർത്ത എത്തിയത്. അങ്ങനെയുള്ള പ്രസിദ്ധീകരിക്കുന്ന 3 ഭാര്യമാർ അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തുകൊണ്ട് അതിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല? അപ്പോൾ ഇതിലെന്തോ സത്യമുണ്ട്. ബ്ലിറ്റ്സ് ആണ് ശരി, രാഹുൽ ഗാന്ധി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അവർ സൂത്രത്തിൽ കൂടി അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെന്ന് വിശ്വസിക്കാൻ പറ്റൂ? അങ്ങനെയൊന്നുമില്ല. ഞാനതിൽ മാനനഷ്ട കേസ് കൊടുക്കും. അദ്ദേഹം ധാരാളം മാനനഷ്ട കേസുകൾ അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഇതിനെതിരെ കൊടുക്കുന്നില്ല അദ്ദേഹം? ഒരു ബ്രൂക്ലിൻ യൂണിവേഴ്സിറ്റിയിലും അമേരിക്ക ഫിലാഡൽഫിയയിലും ഒക്കെ പോയിട്ട് പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു കോസ്മോപോളിറ്റൻ സിറ്റിസൺ കൂടിയാണല്ലോ അദ്ദേഹം. ഇന്ത്യയെ ഒരു സംഭാഷണമാക്കി മാറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വമില്ലേ? ഇങ്ങനെ 3 ഭാര്യമാരുണ്ട്, 3ലും കൂടി 2 കുട്ടികളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കൊളംബിയയിലെ മയക്കുമരുന്ന് കാർട്ടലിൻ്റെ തലവൻ, അതിൻ്റെ ചക്രവർത്തിയാണ് ഇതിൽ ഒരു അമ്മായിയപ്പനെന്നും ഒക്കെ പറയുമ്പോൾ അത് ഒരു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വലിയ കുഴപ്പവും അപകടവും ഉണ്ടാക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത് തള്ളിപ്പറയാൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് തയ്യാറാവാത്തത്? അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. അത് അദ്ദേഹം നിഷേധിക്കാത്തടത്തോളം കാലം
ബ്ലിറ്റ്സ് പറഞ്ഞത് സത്യമായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. കാരണം അത് നിഷേധിക്കണം ആരെങ്കിലും. അപ്പോൾ ബ്ലിറ്റ്സ് ചെയ്തത് വലിയൊരു വാർത്തയുടെ വിളംബരമാണ് നടത്തിയത്, വാർത്തയുടെ സ്ഫോടനമാണ് നടത്തിയത്. അത് ശരിയായിട്ട് തന്നെ അവശേഷിക്കുന്നു. അത് രാഹുൽ ഗാന്ധി ഇതുവരെ നിഷേധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. നിഷേധിച്ചാൽ ഒരു പക്ഷേ ഈ പെൺകുട്ടികൾ നമ്മുടെ ഇപ്പോൾ മലയാള സിനിമ കാണുന്നത് പോലെ മീ ടു അതിൻ്റെ ഒരു പുനരവതാരത്തിലേക്ക് പോകും. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായിരുന്നിട്ടുണ്ട്, അദ്ദേഹവുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ അവരിൽ നിന്ന് വരും. വാർത്ത അദ്ദേഹം അന്ന് നാറാൻ തുടങ്ങും. മലയാള സിനിമയിലെ ചില മഹാപ്രമാണിമാരിപ്പോൾ നാറുന്നത് പോലെ. അതുകൊണ്ട് തന്ത്രപൂർവം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി സൂത്രപ്പണിയാണതെന്നേ അല്പം കോമൺ സെൻസും കഞ്ഞി കുടിക്കുന്നവരുമായിട്ടുള്ള ആളുകൾക്ക് കരുതാൻ കഴിയും. അർച്ചന.